ഇപ്പോഴത്തെ ചൂടില് പഴമൊക്കെ ഇതാ ഇതുപോലെ ആയി വരുന്നുണ്ടെങ്കിൽ കളയാൻ നിൽക്കണ്ട കേട്ടോ. വെറും 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതാ ഇതുപോലെ ആക്കി എടുക്കാമേ. നേരത്തെ എടുത്ത പഴം മിക്സിയിലെ ജാറിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ടേ അതിലേക്ക് 2 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാമേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെക്കാമേ. ഒരു ബൗളിലോട്ട് 1.25 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 50 ഗ്രാം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ സോൾട്ടും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലൊരു 1/2 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ ഒരു മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഓയിലോ ബട്ടറോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിൽ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് പകുതിയായിട്ട് ചേർത്ത് കൊടുക്കാം. പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. ലാസ്റ്റ് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത എയർ ഫ്രയറിൽ ഒരു 15 മിനിറ്റ്സ് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചോക്ലേറ്റ് ബനാന മുഫിൻ ഇവിടെ റെഡി ആവേ. കളയാൻ വെച്ചിരുന്ന പഴം കൊണ്ട് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള മുഫിൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയില്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.